ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വരുമാനം പ്രധാനമായിട്ടും കൃഷിയെ ആശ്രയിച്ചാണ്. എത്രയോ കാലമായി കൃഷി ചെയ്യുന്നു, പക്ഷേ കൃഷി ലാഭകരമാകുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ന് അത് വലിയൊരു നഷ്ടമായിട്ട്, സാമ്പത്തിക ബാധ്യതയായിട്ടും അതിനോടൊപ്പം തന്നെ എന്താ പറയുക, മഹാവ്യാധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പഞ്ചാബ്. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിനിന് ആളുകൾ വിളിക്കുന്ന പേര് ക്യാൻസർ ട്രെയിൻ എന്നാണ്. കാരണം ശ്രീഗംഗാനഗറിലുള്ള ക്യാൻസർ ഹോസ്പിറ്റലിലേക്കാണ് ഈ ലുധിയാനയിൽ നിന്ന് പോകുന്ന ട്രെയിനിലെ യാത്രക്കാർ മുഴുവൻ പോകുന്നത്. അവിടെ പരിശോധനയ്ക്ക് പോകുന്നവരും തുടർ ചികിത്സയ്ക്ക് പോകുന്നവരും അവരുടെ ബന്ധുക്കളും അവരെ ബൈസ്റ്റാൻഡേഴ്സും അങ്ങനെയുള്ള ആളുകൾ ആ ട്രെയിനിന് ക്യാൻസർ തീവണ്ടി എന്നാണ് ആളുകൾ പേര് വിളിക്കുന്നത്. ഇന്ന് RCM ഇന്ത്യയുടെ ഭാവി എത്രമാത്രം സുരക്ഷിതമാക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ ഉൽപ്പന്നം. ഇതിനെക്കുറിച്ച് 5-10 മിനിറ്റൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. ഒരു ദിവസം ഇവിടെ അടുത്ത് മാങ്കുളം കർഷക സൊസൈറ്റിയുടെ ഹാളിൽ 2 പ്രാവശ്യം ഞങ്ങൾ പ്രോഗ്രാം നടത്തുന്നത്. ഇതുപോലൊരു ഹാൾ നിറച്ച കൃഷിക്കാർ മുഴുവൻ വന്നിരുന്ന് ഓരോ പ്രൊഡക്റ്റുകളും അതിൻ്റെ ഉപയോഗ രീതിയും ഉപയോഗിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പൊതുവെ കൃഷിക്കാർക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, കൃഷിക്ക് ചെലവ് കൂടുതലാണ്, വരുമാനം കുറവാണ്, ഒപ്പം ഉപയോഗിക്കുന്ന കീടനാശിനികളും രാസവളങ്ങളും ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ള ഒരു ആശങ്കയും അവർക്കുണ്ട്. ശരിയാണോ? അതിനൊരു ഉത്തമ പരിഹാരം എന്ന നിലയ്ക്കാണ് ആദ്യം നമുക്ക് തരുന്ന ഹരിതസഞ്ജീവനി ഈ ഉൽപ്പന്നം. ഓർഗാനിക് ഫാമിംഗ് ആയിട്ടും ഒരു ചെടിയുടെ വളർച്ചയുടെ ഘട്ടം, അതായത് ഒരു ചെടി ഉണ്ടായി നട്ട് ഉണ്ടായി വളർന്ന് കായായി, പൂവുണ്ടായി കായുണ്ടായി അത് പാകമാകുന്ന അതുവരെയുള്ള ആ ഒരു ജീവിത ചക്രത്തെ 4 ഘട്ടങ്ങളാക്കി തിരിച്ചു, 4 ഘട്ടങ്ങളാക്കി തിരിച്ചുകൊണ്ട് ആ 4 ഘട്ടത്തിലുമായിട്ട് ചെടിക്ക് കൊടുക്കുന്ന ഒരു പരിചരണ രീതിയാണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഹരിത സഞ്ജീവനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 4 സ്റ്റേജ്, അതിന് 4-way ട്രീറ്റ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ 4 സ്റ്റേജ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. 4 സ്റ്റേജ്. ഇതിൽ 1ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സോയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. 2ാമത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയും. 3ാമത്തേതിന് നമ്മൾ ഫ്ലവറിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. 4ാമത്തേന് ഫ്രൂട്ട് അല്ലെങ്കിൽ ഈൽഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഇതിന് പ്രയോഗ രീതി വളരെ സിമ്പിളാണ്. ഇത് 1/2 ഏക്കർ ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 തരത്തിലുള്ള പാക്കറ്റാണ് കിട്ടുക. 1 ഏക്കറിനും 1/2 ഏക്കറിനും ഉപയോഗിക്കാനുള്ളത്. 1 ഏക്കറിനുള്ളതാണെങ്കിൽ ആകെ 750 ഗ്രാം ഉണ്ടാകും. അത് 1/2 ഏക്കറിനുള്ളതാണെങ്കിൽ 375 ഗ്രാം ഉണ്ടാകും. ഈ 4 സ്റ്റേജും കൂടെ. അപ്പോൾ 2 തരത്തിലുള്ള പാക്കറ്റാണ് കിട്ടുക. 1 ഏക്കറിന് ഉപയോഗിക്കാനോ 1/2 ഏക്കറിന് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് കൃഷിക്കാരോട് നമ്മൾ പറയുന്നു, 1 ഏക്കർ ഉപയോഗിക്കാനുള്ള വളം. അവർ വളമുണ്ട്. ആർസിന്റെ കടയിൽ 1 ഏക്കറുള്ള വളം വാങ്ങിക്കേണ്ട ഓട്ടോറിക്ഷ പിടിച്ചു വന്ന ആളുകളുണ്ട്. കാരണം എത്ര ചാക്ക് വളമാണെന്ന് വിചാരിച്ചാൽ വരുന്നേ. ഒരു മീൻ കൊടുക്കുമ്പോൾ ഇതോ ഇത്ര മതിയോ? യെസ്, അതാണ്. അപ്പോൾ ഇത് ഒരു വളമല്ല. നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം ആ മണ്ണിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒരു പരിചരണ പ്രക്രിയ മാത്രമാണ്. ഇതിനെ വളമായിട്ട് പറയുന്നത്. എന്ത് തരത്തിലാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രയോഗ രീതി കൂടുതൽ ഫലപ്രദമാകാൻ സഹായിക്കുന്ന ഒരു പരിചരണമാണ്. 1ാമത്തെ സോയിൽ ട്രീറ്റ്മെന്റ്, 2ാമത്തെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ട്രീറ്റ്മെന്റ്, 3ാമത്തെ ഫ്ലവറിംഗ് ട്രീറ്റ്മെന്റ്, 4ാമത്തെ ഫ്രൂട്ട് അല്ലെങ്കിൽ ഈൽഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഇതിൽ 2, 3, 4 സ്റ്റേജിലെ പ്രയോഗ രീതി. 1 ഗ്രാം, ഇത് പൗഡർ രൂപത്തിലാണ്. 1 ഗ്രാം പൊടി
ലിറ്റർ വെള്ളം എന്ന കണക്കിൽ ലായനിയാക്കി ചെടിയിൽ സ്പ്രേ ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേജ് ഇത് ഒരേക്കറിനുള്ളതാണെങ്കിൽ 250 ഗ്രാം, അരയേക്കറിനുള്ളതാണെങ്കിൽ 125 ഗ്രാം 4 തരത്തിൽ നമുക്ക് മണ്ണിൽ അപ്ലൈ ചെയ്യാം. കൃഷിയിടത്തിലെ മണ്ണിൽ മിക്സ് ചെയ്യാം. എങ്ങനെ? അതായത് ഈ 250 ഗ്രാം പൊടി, ഇതിപ്പോ 125 ഈ 250 ഗ്രാം പൊടി അര ഏക്കറിൽ എങ്ങനെ വിടുക? അപ്പോൾ ആ കൃഷിയിടത്തിലെ ഒരു 5-6 ചട്ടി മണ്ണെടുത്ത്, നനവില്ലാത്ത മണ്ണ്, എന്താ പറയാ, കമ്പുകൂലൊക്കെ കളഞ്ഞ് വേരും കല്ലൊക്കെ കളഞ്ഞ് ഒന്ന് വെയിലത്തിട്ട് അതിനൊന്ന് ഉണക്കാം. ഡ്രൈ സോയിൽ അതിൽ മിക്സ് ചെയ്യാം. അതായത് സിമെന്റ് മണലും കൂടെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് മിക്സ് ചെയ്യുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് ചായപ്പൊടി പോലെ അല്ലെങ്കിൽ ഉമിക്കരി പോലെ ഫൈൻ പൗഡറാണ്. ഇത് ആ മണ്ണിൽ മിക്സ് ആവും. ആ മണ്ണ് നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ പറമ്പിൽ മുഴുവൻ നമ്മൾ കൃഷി ചെയ്യുന്നു. നെൽകൃഷിയാണെങ്കിൽ പറമ്പിൽ എല്ലായിടത്തും കാണും. വാഴ നടുകയാണെങ്കിൽ ഒരേക്കറിൽ എത്ര വാഴ നടുന്നു, ആ വാഴയ്ക്ക് എത്ര കുഴി എടുത്തിട്ടുണ്ടോ, ഈ തയ്യാറാക്കിയ മിശ്രിതത്തെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കുഴി ഇട്ട് കൊടുക്കാം. കപ്പ, വാഴ, ചേമ്പ് എന്ന് പറയുന്ന എന്ത് കൃഷിക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആ തയ്യാറാക്കിയിരിക്കുന്ന ചെടി നടാൻ പോകുന്ന ആ മണ്ണിൽ ചോട്ടിൽ ഇത് അപ്ലൈ ചെയ്യുക. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വളം എന്താണോ അതിൻ്റെ കൂടെ ചെയ്യാം. ചാണകപ്പൊടി, ആട്ടിൻകാട്ടം, അല്ലെങ്കിൽ ഇവൻ രാസവളം യൂറിയ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. അപ്പൊ രാസവളത്തോടൊപ്പം മിക്സ് ചെയ്യാം. ഇതിപ്പോ ഓർഗാനിക് ഫാമിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ പിന്നെ രാസവളത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറയുന്നേ? രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന മണ്ണിൽ ഒറ്റയടിക്ക് രാസവളം നിർത്തിയിട്ട് മറ്റേതെങ്കിലും രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല, കുറച്ച് കുറയും. അതുകൊണ്ട് രാസവളത്തിന്റെ കൂടെ ആണെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പൊ രാസവളം യൂറിയ ആണെങ്കിൽ ക്രിസ്റ്റലാണ്, ഇവിടുത്തെ ഉപ്പ് പോലെ ഇരിക്കുന്ന ക്രിസ്റ്റലാണ്. അതൊരു 2 ചാക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് പൊട്ടിച്ചിട്ട് അല്പം വെള്ളം സ്പ്രേ ചെയ്യാം. കൂടുതലുള്ള ഒഴിച്ചാൽ കട്ടയപ്പോൾ അല്പം വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഈ പൊടി അതിലേക്ക് പൊട്ടിച്ചിടാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ചേർക്കുക. ഇത് വെള്ളത്തിൽ വീഴുമ്പോൾ അരിയും. അപ്പൊ നനവുള്ള യൂറിയയിലേക്ക് ഇത് പറ്റിപ്പിടിക്കും. എന്നിട്ട് ഇത് സാധാരണ യൂറിയ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്യാം. വാഴയ്ക്കും കപ്പയ്ക്കും ചേനയ്ക്കും നെല്ലിനും ഏതിനൊക്കെയാണോ യൂറിയ ഒരു സാധാരണ കർഷകൻ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ ഹരിതജീവിയുടെ 1ാം സ്റ്റേജിലൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. മൂന്നാമത്തെ മാർഗം ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും നാടൻ വളം, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ആട്ടുകാട്ടം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈവൻലി എല്ലായിടത്തും ഒരേപോലെ കിട്ടാവുന്ന തരത്തിൽ തന്നെ അപ്ലൈ ചെയ്യാം. 4ാമത്തെ മാർഗം വെള്ളത്തിൽ. ഇപ്പോ റെഗുലറായിട്ട് നനയ്ക്കാനുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട്. വാഴയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു സെൻട്രൽ ടാങ്കിന് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പച്ചക്കറി നടുന്നിടത്ത് ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എന്താ പറയുക, പൈപ്പിനകത്തോട് വെള്ളം വിട്ട് നനയ്ക്കുന്ന അതിന് പ്രത്യേക പേര് പറയും, ഡ്രിപ്പ് ഇറിഗേഷൻ. അതിന്റെ സെൻട്രൽ ടാങ്കിലേക്ക് ഇത് കലക്കാം. അപ്പോൾ ആ ടാങ്കിലേക്ക് മുമ്പ് ഇത് കുറഞ്ഞിടരുത്. എന്ത് ചെയ്യണം? ഒരു ബക്കറ്റിൽ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കുക. കലക്കിയതിന് ശേഷം ടാങ്കിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തുറന്നു വിടുക. അപ്പോൾ എല്ലായിടത്തും ഒതുപോലെത്തും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആപ്ലിക്കേഷന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഒരു ലേബർ കോസ്റ്റ് നമുക്ക് വരുന്നില്ല. ഇനി 2, 3, 4 സ്റ്റേജ് നമ്മൾ അപ്ലൈ ചെയ്ത് ഞാൻ പറഞ്ഞു. 1 ഗ്രാം പൊടി 1 ലിറ്റർ വെള്ളം. ഇതിൽ 2ാമത്തെ സ്റ്റേജിൽ 100 ഗ്രാമേ ഉള്ളൂ. കാരണം അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ചെടിയുടെ ഇലകളിലാണ് സ്പ്രേ ചെയ്യുന്നത്. 1ാമത്തെ സ്റ്റേജ് മണ്ണിലാണ്. അപ്പോൾ എപ്പോൾ അപ്ലൈ ചെയ്യണം? ചെടി അല്ലെങ്കിൽ വിത്ത് നടുന്ന സമയത്ത്, നടുന്നതിന് മുമ്പ്, മണ്ണ് തയ്യാറാക്കുന്ന സമയത്ത്, നട്ട ഒരു 30 ദിവസത്തിനുള്ളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ 30 ദിവസം കഴിഞ്ഞാലോ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾ പറയോ ഞാൻ വാഴ നട്ടു 2 മാസം കഴിഞ്ഞു പോയി, എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്തോളൂ. നടുന്ന സമയത്ത് തുടങ്ങുമ്പോൾ ചെയ്താൽ കിട്ടുന്ന അത്രയും റിസൾട്ട് ഒരുപക്ഷെ കിട്ടിയില്ലെന്ന് വരും. എന്നാലും നമുക്ക് റിസൾട്ട് കിട്ടും. എപ്പോൾ ചെയ്താലും റിസൾട്ട് കിട്ടും. പക്ഷേ 1ാമത്തെ സ്റ്റേജ് ചെയ്യാതെ 2, 3, 4 ചെയ്യാൻ പാടില്ല. ഓക്കെ, 1ാമത്തെ സ്റ്റേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം മണ്ണ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊന്നും പറഞ്ഞോട്ടെ. 2ാമത്തെ സ്റ്റേജ് നോക്കൂ 100 ഗ്രാമാണ്. 3ാമത്തെ സ്റ്റേജ് 150 ഗ്രാമാണ്. 4ാമത്തെ സ്റ്റേജ് 250 ഗ്രാമാണ്. അളവ് കൂടി വരുന്നത്. കാരണം ചെടി വളരുന്നു, ചെടിയുടെ ഇലയിലാണ് നമുക്ക് സ്പ്രേ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെടിക്ക് വളരുമ്പോൾ ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ
അപ്ലിക്കേഷൻ കൂടുതലുണ്ട്, അതുകൊണ്ട് ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എത്ര വെള്ളം വേണം സ്പ്രേ ചെയ്യാൻ അതിന് കണക്കാക്കി വെള്ളം എടുത്ത് അതിനകത്ത് 1 ഗ്രാം പൊടി 1 ലിറ്റർ വെള്ളം എന്ന കോൺസെൻട്രേഷനാക്കി നമ്മൾ സ്പ്രേ ചെയ്യുന്നു. ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. മഴയുള്ള സമയത്ത് ചെയ്യരുത്. കാരണം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മഴ പെയ്താൽ അത് കഴുകി പോകും. അതിരാവിലെയോ വൈകുന്നേരമോ പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ തീവ്രത കൂടുതലുള്ള സമയത്ത് ഇലയുടെ എന്താ പറയുക സ്റ്റോമ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് എന്താ പറയുക ചുരുങ്ങിപ്പോകും. അപ്പം ഇലയ്ക്കുള്ളിലേക്ക് അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ സ്പ്രേ ചെയ്യാൻ പറയുന്നത്. ഇനി സ്പ്രേ ചെയ്യുന്ന സമയത്ത് സ്പ്രേമാക്സ് എന്ന് പറയുന്ന ഒരു സ്പ്രേ അഡ്ജൻ എന്ന് പറയും. ഇത് 1 ലിറ്ററിന് 0.5 ml എന്ന കണക്കിൽ ഈ വെള്ളത്തിൽ സ്പ്രേ മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. 1 ലിറ്റർ വെള്ളത്തിന് 1/2 മില്ലി മതി. 1 മില്ലി വരെ പരമാവധി. അളവൊഴിക്കുന്നത് അല്പം കൂടിയാൽ കുഴപ്പമില്ല. ഇതെന്ത് ചെയ്യുന്നു? ആ സ്പ്രേ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ സഹായിക്കും. സ്പ്രേ ചെയ്യുന്ന ലായനി ഇലയിൽ പറ്റിപ്പിടിക്കാൻ സഹായിക്കും. സ്പ്രേ ചെയ്യുന്ന കണികകൾ ഒരേ വലിപ്പത്തിൽ ഇലകളിലേക്ക് പോയി പതിക്കാൻ സഹായിക്കും. പറ്റിപ്പിടിക്കുന്നു, ഒഴുകി പോകാതിരിക്കുന്നു. ഒപ്പം ഇലകളിലേക്ക് വീഴുന്ന ഏതൊരു വസ്തുവിനെയും റിജക്റ്റ് ചെയ്യാനുള്ള ഇലയുടെ ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെ മാറ്റി ഇലയുടെ പുറത്തെ ഒരു ലെയർ ക്യൂട്ടിക്കിൾ, ആ ക്യൂട്ടിക്കിളിനെ അല്പസമയത്തേക്ക് സുതാര്യമാക്കി ഇത് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഈ സാധനം ഇലയിൽ വീണാൽ ഇലയ്ക്കുള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടാൽ മാത്രമേ ശരിയായ റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സ്പ്രേമാക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഇലയുടെ പുറത്തെ ക്യൂട്ടിക്കൽ എന്ന് പറയുന്ന ആവരണത്തെ സുതാര്യമാക്കി അതിന്റെ അബ്സോർപ്ഷൻ കൂടുതൽ എഫക്റ്റീവ് ആക്കും. അപ്പോൾ ഏത് സാധനം, കരിനീര് മാത്രമല്ല എന്ത് സാധനം ഇലയിൽ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്പ്രേ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ ഇത് സഹായിക്കും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, ഏത് തരത്തിലുള്ള ലായനിയുടെ കൂടെയും സ്പ്രേമാക്സ് ഉപയോഗിക്കാം. അതിന്റെ പ്രതല ബലം കുറച്ചുകൊണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റി കൊണ്ട് കൂടുതൽ ഏരിയയിലേക്ക് പരക്കാൻ അത് സഹായിക്കും. ഉദാഹരണം പറഞ്ഞാൽ 1 തുള്ളി തേന്, 1 തുള്ളി വെളിച്ചെണ്ണ, 1 തുള്ളി വെള്ളം, 1 തുള്ളി മണ്ണെണ്ണ, ഈ 4 ദ്രാവകങ്ങൾ ഒരു മേശപ്പുറത്ത് നമ്മൾ വയ്ക്കുന്നു സങ്കല്പിക്കാം. നല്ല തേനാണെങ്കിൽ വെച്ചാൽ മുത്തുപോലെ അവിടെ ഇരിക്കും. വെളിച്ചെണ്ണയാണെങ്കിൽ ഒരല്പം ഒന്ന് പരക്കും. വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ ദൂരേക്ക് പരക്കും. മണ്ണെണ്ണയാണെങ്കിലോ വളരെ ദൂരേക്ക് പരക്കും. നമ്മൾ സ്പ്രേ ചെയ്യുന്ന ലായനി ഏത് സ്വഭാവത്തിലുള്ളതാണ് കൃഷിക്കാരന് ലാഭം? മണ്ണെണ്ണ പോലെയാണെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി കൊണ്ട് കൂടുതൽ ഏരിയയിലേക്ക്, ശരിയാണല്ലോ. അപ്പോൾ ആ തരത്തിൽ അതിന്റെ പ്രതല ബലം, സർഫസ് ടെൻഷൻ കുറച്ച് സ്പ്രേ ചെയ്യുന്ന ലായനിയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ആൾക്ക്, പണിക്കാരന് കൂലി കൊടുക്കുന്നത് എങ്ങനെയാ? എത്ര ടാങ്ക്? ഒരു ടാങ്കിൽ 15 ലിറ്റർ. ഈ 15 ലിറ്റർ കൊണ്ട് ആശാനികൾ അടിച്ച് തീർത്തിട്ട് വരും. അടുത്ത ടാങ്ക് വീണ്ടും നിറയ്ക്കും. പക്ഷേ സ്പ്രേമാക്സ് ചേർത്ത് കഴിയുമ്പോൾ 10 ലിറ്റർ കൊണ്ട് 15 ലിറ്റർ കൊണ്ട് അടിക്കേണ്ട സ്ഥാനത്താണ് 10 ലിറ്റർ കൊണ്ട് അടിച്ചു തരും. അപ്പോൾ 2 ടാങ്ക് അടിക്കേണ്ട സ്ഥാനത്ത്, അല്ല 3 ടാങ്ക് അടിക്കേണ്ട സ്ഥാനത്ത് 2 ടാങ്ക് കൊണ്ട് കാര്യം നടക്കും. പണിക്കൂലിയിലും മെറ്റീരിയലും ലാഭം ഉണ്ടാകും. സ്പ്രേ കൂടുതൽ എഫക്റ്റീവ് ആകുകയും ചെയ്യും. അതുകൊണ്ട് സ്പ്രേ ചെയ്യുന്ന ഏതിന്റെ കൂടെയും നമുക്ക് RCM സ്പ്രേമാക്സ് ഉപയോഗിക്കാവുന്നതാണ്, വളരെ ചെറിയ അളവിൽ. ഇനി ഇതിനോടൊപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് പച്ചക്കറികൾ, പൂ, എല്ലാ തരത്തിലുള്ള കൃഷികൾക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ് റാപ്പിഡ് എന്ന് പറയുന്ന ഒരു കീട പ്രതിരോധി. 100% ഓർഗാനിക് ആണ്. കീട പ്രതിരോധി. ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കേടുപാടുകൾ വരുന്നത്, കീടങ്ങൾ ആക്രമണം ഉണ്ടാകുന്നത്, ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ആ ചെടിയിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പൂക്കൾ വരാൻ തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാരണം പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ചെടിയുടെ ഫോക്കസ് ആ പൂക്കളും കായകൾക്കും വളരാൻ വേണ്ടിയുള്ള കൊടുക്കും. ഇലകളിലേക്കുള്ള സപ്ലൈ കുറയും. അങ്ങനെ വരുമ്പോൾ ചെടിയുടെ പ്രതിരോധ ശക്തി കുറയും. അപ്പോൾ കീടങ്ങൾ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങൾ ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും അതിന്റെ നാരൂറ്റി പിടിക്കുന്നു. അത് പുഴുവിന്റെ വർഗത്തിലുള്ളതാണെങ്കിലും ഈച്ച വർഗത്തിൽപ്പെട്ടാണെങ്കിലും ഈ 2 വർഗത്തിലുള്ളവയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ് റാപ്പിഡ് എന്ന് പറയുന്ന ഈ സാധനം. ഇത് 1 ലിറ്ററിന്
മെഷറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ml മതി. എന്തെങ്കിലും കീടങ്ങളുടെയോ കേടുപാടുകളോ ശ്രദ്ധിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ 2 മില്ലി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതാണ് ഹരിത സഞ്ജീവനി സ്പ്രേ ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു സാധാരണ പ്രയോഗ രീതി. ഏതൊക്കെ ചെടികൾക്ക് ഉപയോഗിക്കാം? ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലുമായി കൃഷിക്കാർ ഉപയോഗിക്കുന്ന 200-ൽ പരം വിളവുകളിൽ ഉപയോഗിച്ച് ഗുണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഉപയോഗിച്ച ആളുകളുടെ അനുഭവം പറയുന്നത് 40 മുതൽ 400% വരെ വിളവിൽ വർധനവുണ്ടായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 100 കിലോ കിട്ടിക്കൊണ്ടിരുന്നയാള് 140 മുതൽ 400 കിലോ വരെ ഫലം കിട്ടിയതായ അനുഭവം നമുക്ക് സാക്ഷ്യം റെക്കോർഡുണ്ട്. അപ്പോൾ ഈ വേരിയേഷൻ വരുന്നതിന് കാരണം എന്താണ്? റിസൾട്ട് കിട്ടുന്നത് ഹരിത സഞ്ജീവന പ്രയോഗമല്ല, കാരണം ഇതൊരു വളമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് ഏത് തരത്തിലുള്ളതാണ്, മണ്ണ്, കാലാവസ്ഥ, വളപ്രയോഗം, ഇതൊക്കെ അനുസരിച്ച് ഒരേ കൃഷിക്ക് തന്നെ പല സ്ഥലങ്ങളിൽ കിട്ടുന്ന റിസൾട്ടിൽ വ്യത്യാസം വരും. ഏറ്റവും മേന്മയുള്ള വിത്ത് ഉപയോഗിച്ച് ഏറ്റവും വളക്കൂറുള്ള മണ്ണിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് 100 കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് 400 കിട്ടിയ അനുഭവമാണ്. കേരളത്തിലേക്ക് വാഴ കൃഷിക്ക് ഏത്തക്കായൊക്കെ 28 കിലോ, സാറിലേക്ക് അപ്പനായിട്ടുള്ള നന്ദനൻ നായർ 28 കിലോ തൂക്കമുള്ള ഏത്തവാഴ എത്ര കൊല വിട്ടിരിക്കുന്നു. ഒരു പഴം നമ്മൾ കഴിച്ചാൽ ഒരു നേരത്തെ ആഹാരത്തിന് പകരമായി നല്ല ടേസ്റ്റും. പച്ചക്കറികൾക്ക് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ഇനിത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ചെറിയൊരു ലഘു വിവരണം ഞാൻ പറയാം. സോയിൽ ട്രീറ്റ്മെന്റ് മണ്ണിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മണ്ണിലുണ്ടാകുന്ന 4 തരത്തിലുള്ള പ്രധാന നേട്ടം. 1, മണ്ണിൽ അലിഞ്ഞു ചേരാത്ത മാലിന്യങ്ങളെ ലയിപ്പിക്കും. മാലിന്യങ്ങളെ ലയിപ്പിക്കും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല, ശ്രദ്ധിച്ചെഴുതാൻ സമയമില്ല. എന്ന് പറഞ്ഞാൽ രാസവളത്തെ കുറിച്ച് പറയുമ്പോൾ പറയും ഫാക്ടർ മോസ് 20 20 0 15. ഇതൊരു കോമ്പിനേഷൻ. യൂറിയ, നമ്മൾ ഒരു ചാക്ക് യൂറിയ വാങ്ങിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യൂറിയ എത്ര ശതമാനമാണ്? അല്ല, 55%. യൂറിയ 55% ഉള്ളൂ. ബാക്കി 45% ഇതിന്റെ കാരിയറാണ്. എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്ന ഒരു വസ്തുവിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ യൂറിയ നമുക്ക് കിട്ടുന്നത്. നമ്മൾ യൂറിയ എന്ന് പറഞ്ഞ് ഒരു ചാക്ക് പൊട്ടിച്ച് 100 കിലോ മണ്ണിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ മണ്ണിൽ ചെടിക്ക് ആവശ്യം വരുന്നത് ഈ 55 കിലോ മാത്രം. ബാക്കി 45 കിലോ ഈ പറയുന്ന പ്ലാസ്റ്റിക് വേസ്റ്റാണ്. മണ്ണിന്റെ ഒരു ഘടന നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഏതാണ്ട് 45% വെള്ളം, 5% ഓർഗാനിക് സബ്സ്റ്റൻസ്, 30% ഇത് വച്ചുവരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, 30% വീതം വായുവും വെള്ളവും, ബാക്കി 35%-ഓളം ധാതുദ്രവ്യങ്ങളും ആണ്. അപ്പോൾ 30% എയർ, 30% വാട്ടർ, ബാക്കി ധാതുക്കൾ, 5% ഓർഗാനിക് മാറ്റേഴ്സ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക് അഥവാ സിന്തറ്റിക് പോളിമർ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ പതുക്കെ അത് ചെടിക്ക് വേണ്ട മണ്ണിൽ വേണ്ട വായുവിൻ്റെയും വെള്ളത്തെയും നീക്കം ചെയ്തുകൊണ്ട് അത് മണ്ണിലേക്ക് കടന്നു കയറും. അങ്ങനെ മണ്ണിലെ വായു സഞ്ചാരവും ജലസംഭരണ ശേഷിയും കുറയും. അങ്ങനെ കുറയുമ്പോൾ മണ്ണിൽ നടക്കുന്ന സ്വാഭാവിക നൈസർഗിക പ്രക്രിയകൾ നടക്കാതെ വരും. ഓർഗാനിക് മാറ്റേഴ്സിന്റെ അളവ് കുറയും. അങ്ങനെ ഓർഗാനിക് മാറ്റേഴ്സിന്റെ അളവ് കുറയുമ്പോൾ മണ്ണ് കൂടുതൽ ദൃഢമാകും. ദീർഘകാലമായി രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന മണ്ണിൽ പണ്ടവർക്കറിയാം കലപ്പ കൊണ്ട് മനുഷ്യൻ കാളയെ കൊണ്ട് ഉഴുവായിരുന്നു. ഇപ്പോൾ കാളയെ കൊണ്ട് ഉഴാൻ പറ്റുകയില്ല, ട്രാക്ടറായി. ഇപ്പൊ ട്രാക്ടർ പോയിട്ട് കൃഷി ഇറക്കുന്നതിന് മുമ്പ് ട്രില്ലർ കൊണ്ടുവന്ന് പാടത്തെ മണ്ണ്
മുഴുവൻ വെട്ടി കട്ട പൊട്ടിച്ചതിന് ശേഷമാണ് പിന്നീട് ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുന്നത്. കാരണം മണ്ണ് കൂടുതൽ കൂടുതൽ ദൃഢമായി വരികയാണ്. ഒരു ചെടി മണ്ണിൽ നട്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് വേരുകൾ 3 തരത്തിൽ വേരുണ്ട്. ഒന്ന് തായ് വേര്, ഒന്ന് സെക്കൻഡറി റൂട്ട്, അതിൽ 4 വേരുകൾ. ചെടിക്ക് വേണ്ട ആഹാരം വലിച്ചെടുക്കുന്നത് ഈ 4 വേരുകളാണ്. ചെടിയെ താങ്ങി നിർത്തുന്നതും ഈ 4 വേരുകളെ ചെടിക്ക് ദൂരേക്ക് എത്തിക്കുന്നതുമാണ് ഈ സെക്കൻഡറി റൂട്ടിന്റെയും ഈ പ്രൈമറി റൂട്ടിന്റെയും ധർമ്മം. അപ്പോൾ ചെടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ മണ്ണിന്റെ ആദ്യത്തെ ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, ഡീപ്പിലേക്ക് പോയിട്ട് കിട്ടില്ല. അപ്പോൾ മണ്ണിലുള്ള വളം എന്ന് പറയുന്നത് ഏതാണ്ട് ഇത്രയും ഭാഗത്തുള്ള വളം മാത്രമാണ് ചെടിക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ മണ്ണ് ഹാർഡാകുമ്പോൾ ഒരു ചെടിയിൽ ഉണ്ടാകുന്ന വേര് ദൂരേക്ക് പോകില്ല. അപ്പോൾ ഹെയർ റൂട്ടിന്റെ എണ്ണം കുറയും. ഇത്രയും പ്രദേശത്തുള്ള മാത്രമേ ചെടിക്ക് ഭക്ഷണമായിട്ട് കിട്ടുകയുള്ളൂ. ഹരിതജീവൻ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നു, മണ്ണിൽ പണ്ട് മുതലേ വീണ് കിടക്കുന്ന ഈ അലിഞ്ഞു ചേരാത്ത മാലിന്യങ്ങളെ ലയിപ്പിക്കുമ്പോൾ മണ്ണ് സോഫ്റ്റ് ആകും. മണ്ണ് സോഫ്റ്റ് ആകുമ്പോൾ ഈ വേരിന് കൂടുതൽ നീളം കിട്ടും, കൂടുതൽ വേരുകൾ ഉണ്ടാകും. കൂടുതൽ വേരുകൾ ഉണ്ടാകുമ്പോൾ ചെടിയുടെ വായുടെ എണ്ണം വർദ്ധിക്കും, കൂടുതൽ പോഷകം ചെടിക്ക് ആഗ്രഹിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ചെടി നന്നായിട്ട് വളരാനിടയാക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ മാലിന്യങ്ങളെ അലിയിക്കുമ്പോൾ ജലസംഭരണ ശേഷിയും വായു സംഭരണ ശേഷിയും മണ്ണിന് വർദ്ധിക്കും. മണ്ണിൽ ഓർഗാനിക് സബ്സ്റ്റൻസ് വർദ്ധിക്കും. അപ്പോൾ ചെടിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന കീടങ്ങളും അണുക്കളും ധാരാളമായിട്ടുണ്ടാകും. മണ്ണിൽ നടക്കേണ്ട കൃഷിക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടക്കും. മണ്ണിലുള്ള സംയുക്തങ്ങൾ, എന്താണ് സംയുക്തം എന്ന് പറഞ്ഞാൽ, ഈ ചെടിക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ സംയുക്താവസ്ഥയിലാണ് മണ്ണിൽ കിടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഉപ്പ്, NaCl, സോഡിയം ക്ലോറൈഡ്. ചെടിക്ക് സോഡിയം ക്ലോറൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സോഡിയമായിട്ട് ക്ലോറിനായിട്ടും അതിനെ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ചെടിക്ക് ആഗ്രഹം ചെയ്യാൻ കഴിയൂ. നമ്മൾ കൊടുക്കുന്ന യൂറിയ ആണെങ്കിലും പൊട്ടാഷ് ആണെങ്കിലും അതുപോലെ ഏത് ഘടകമാണെങ്കിലും ചെടിക്ക് ആഗ്രഹം ചെയ്യണമെങ്കിൽ അതിനെ വിഘടിപ്പിക്കണം. അപ്പോൾ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന സംയുക്തങ്ങളെ വിഘടിപ്പിച്ച് മൂലകങ്ങളാക്കി ചെടിക്ക് ആഗ്രഹം ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കും. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഹരിതജീവിയുടെ 1ാമത്തെ സ്റ്റേജിലെ പ്രവർത്തനം കൊണ്ട് മണ്ണിൽ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ, ഒരു വിത്ത് നട്ടു കഴിഞ്ഞാൽ ആ മണ്ണ് മാർദ്ദവമുള്ള അല്ലെങ്കിൽ മാർദ്ദവ സ്വഭാവമുള്ളതാകുന്നു. അതിൽ ജല സംഭരണ ശേഷിയും വായു സംഭരണ ശേഷിയും വർദ്ധിക്കുന്നു. ചെടിയിൽ ധാരാളം വേരുകൾ ഉണ്ടാകുന്നു, ഹെയറിട്ട് കൂടുന്നു, ധാരാളം വളം വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നു, ആവശ്യത്തിന് വലിച്ചെടുക്കുന്നു. ചെടി നന്നായിട്ട് വളരാൻ തുടങ്ങുന്നു. ഇതിനെയാണ് സോയിൽ ട്രീറ്റ്മെന്റ്. 2ാമത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെജിറ്റേറ്റീവ് ഗ്രോത്ത് ട്രീറ്റ്മെന്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സിമ്പിളാണ്. ഇത് സ്പ്രേ ചെയ്യുന്നു, ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്യുന്നു. സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ ഇതൊരു ഇസ്രായേൽ ടെക്നോളജിയാണ്. ചെടിയുടെ ബ്രെയിൻ ആണ് ഇലയിൽ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ചാണ് ചെടി പ്രവർത്തിക്കുന്നത്. ഒരു കൊച്ചു കുട്ടിയുടെ മുമ്പിൽ നിങ്ങൾ ഐസ്ക്രീം വെച്ച് കൊടുത്താൽ എത്ര കഴിക്കും? ഐസ്ക്രീം സ്റ്റോളിലുള്ള എത്ര വെള്ളം കഴിക്കും അല്ലേ? ഒരു വയസ്സ് 1.5 വയസ്സ് പ്രായമുള്ള കൊച്ചിന് ഐസ്ക്രീം കൊടുത്താൽ എത്ര കഴിക്കും? 2 വയസ്സ് 3 വയസ്സ് ഇഷ്ടം പോലെ കഴിക്കും. 1 കഴിച്ചാൽ അമ്മ പറയുന്നത് എത്ര? 2 വെള്ളം കഴിയുക. കൊച്ചിനെ കയ്യിൽ പിടിച്ച് മാറ്റുമ്പോൾ ഐസ്ക്രീം മാറ്റും. കാരണം കൊച്ചു കഴിച്ചാൽ ശരിയാകാൻ നമുക്കറിയാം. ഇവിടെ ഈ ഇഷ്ടം പോലെ വളം ഇഷ്ടം പോലെ വലിച്ചെടുക്കാനുള്ള സൗകര്യം കിട്ടുമ്പോൾ ചെടി എന്താ പറയാ, ഇംബാലൻസ്ഡ് ആയിട്ട് പോഷകങ്ങൾ അബ്സോർബ് ചെയ്യും. അതിനൊരു നിയന്ത്രണം വയ്ക്കും. ടു എൻഷുർ ദ ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. ചെടിയുടെ എന്താ പറയാ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്തിന് സഹായിക്കുന്നതാണ് സെക്കൻഡ് സ്റ്റേജ് സ്പ്രേയിങ്. ഈ സ്പ്രേയിങ് ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ബാലൻസ് ഗ്രോത്ത്. അതിലൂടെ എന്താ സംഭവിക്കുന്നത്, ബ്രാഞ്ചുകൾ ഉണ്ടാകും, ഇലകൾ ഉണ്ടാകും. അതൊക്കെ ചെടിക്ക് നല്ല പുഷ്ടിയുള്ള പച്ച നിറമുള്ള ശരിയായ ഷേപ്പുള്ള ഇലകൾ ഉണ്ടാവാൻ സഹായിക്കും. ബാലൻസ്ഡ് ആൻഡ് ഫാസ്റ്റ് ഗ്രോത്ത്. അങ്ങനെ വരുമ്പോൾ ചെടിക്ക് യൗവനാവസ്ഥ നേരത്തെ വരും. 3ാമത്തെ സ്റ്റേജ് നമ്മൾ പറയുന്നത് ഫ്ലവറിംഗ് ട്രീറ്റ്മെന്റ് എന്നാണ്. ഇത് ഓരോന്ന് എപ്പോൾ ചെയ്യണം? 1ാമത്തെ സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത് ചെടി നടുന്ന സമയം മുതൽ 30 ദിവസത്തിനുള്ളിൽ
നടുന്ന ചെടി ഏതാണെങ്കിലും ഫസ്റ്റ് സ്റ്റേജ് 1 to 30 days. നെൽകൃഷിക്കാണെങ്കിൽ നമ്മൾ കപ്പയിടാനാണെങ്കിൽ നില ഒരുക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് നിർത്തിയേക്കാം. നട്ടതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേജ് ഓരോ ചെടിയിൽ നിന്നും വിളവെടുക്കുന്ന, അതായത് നട്ട് വിളവെടുക്കുന്നവരെയുള്ള ആകെ ദൈർഘ്യത്തിനെ 4 ആയിട്ട് വിഭജിക്കുക. അതിൽ ഒന്നാമത്തെ പാർട്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് കഴിയുമ്പോൾ ഇതാ അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ അപ്ലൈ ചെയ്യാം. അങ്ങനെ 4 സ്റ്റേജ് അപ്ലൈ ചെയ്താൽ നാലാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പാർട്ട് നമുക്ക് മിച്ചം വരും. ഇത്തരത്തിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഇത് ഓരോ ചെടിയിലും വിളവെടുക്കുന്നതിന് ദൈർഘ്യം കണക്കാക്കാൻ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഷെഡ്യൂൾ ഉണ്ട്, തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ലീഫ്ലെറ്റ് ആയിട്ട് ഇതിനകത്ത് കാണും. ആ ലീഫ്ലെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനകത്തുണ്ട്. അത് ഇംഗ്ലീഷിൽ ആണ്, മലയാളത്തിലുണ്ട്. മലയാളത്തിലുള്ള ലീഫ്ലെറ്റ് നമ്മുടെ പ്രിന്റ് നമുക്ക് കിട്ടാനുണ്ട്. ഒരു ചെറിയൊരു ധാരണയ്ക്ക് വേണ്ടി അല്പസ്വല്പം ഒന്നോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ടൊന്നും ദോഷം വരാൻ പോകുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യുമ്പോൾ ചെടിയിൽ ധാരാളം ബ്രാഞ്ചുകളുണ്ടാകും, ധാരാളം ഇലകളുണ്ടാകും. ഇലകൾക്ക് പുഷ്ടിയും ഷെയ്പ്പും ഹരിത ഘടകങ്ങൾ കൂടുതലുണ്ടാകും. ഇതൊക്കെ ശരിക്കും ഒരു കൃഷിക്കാരന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇത് പ്രകടമായിരിക്കും. ഹരിതങ്ങളുടെ പ്രയോഗത്തിൽ ഒന്നാം സ്റ്റേജിൽ നടക്കുന്ന കാര്യം ഇത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ 2 തടവെടുക്കാം. നമ്മളോട് തടവെടുക്കാന്ന് പറയാം. 2 തടവെടുത്തു. ഒരെണ്ണത്തിൽ ഹരിതജീവിനെ അപ്ലൈ ചെയ്യാം, മറ്റേതൊന്നും അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തൊരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ മണ്ണിലൂടെ കയറി നടക്കുക. ഹരിതജീവിനെ അപ്ലൈ ചെയ്ത മണ്ണിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കാല് നന്നായിട്ട് പുകഞ്ഞു പോകും. മറ്റേത് പതുക്കെ ആയിരിക്കും. അത് മണ്ണിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. പക്ഷെ എങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നടക്കുന്ന ആൾക്ക് ബോധ്യപ്പെടും. കാരണം ഹരിതസഞ്ജീവിനി അപ്ലൈ ചെയ്ത മണ്ണ് സോഫ്റ്റ് ആയിരിക്കും. ഒരു പാക്കറ്റ് ചീരയുടെ വിത്ത് വാങ്ങിക്കാം, 2 ആയിട്ട് പകുത്ത് ഒരെണ്ണം ഹരിതജീവിനി അപ്ലൈ ചെയ്തതിനകത്ത് ഒന്ന് അല്ലാത്തതിനകത്ത് നിങ്ങൾ നട്ടു നോക്കാം. ബാക്കി എല്ലാം സെയിം ആയിട്ട് ചെയ്യും. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാകും. ഹരിതജീവിനി അപ്ലൈ ചെയ്ത മണ്ണിൽ നട്ട ചീരവിത്തുകൾ വളരെ വേഗത്തിൽ വളരും. അതിന്റെ ഇലകൾക്ക് നല്ല പുഷ്ടിയുണ്ടാകും. ഇനി ആ ചെടിയിൽ നിന്ന് ഒരു ഇല പറിച്ചെടുക്കുക. ഹരിതജീവിനി അപ്ലൈ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ചെടിയിൽ ഒരേ വാടും അല്ലേ? ഹരിതജീവിനിയുടെ ആപ്ലിക്കേഷൻ നടന്നിട്ടുള്ള മണ്ണിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഇല വാടുന്നതിനേക്കാൾ വേഗം അപ്ലൈ ചെയ്യാത്തത് വാടും. അതിൽ നിന്ന് എന്താ മനസ്സിലാകും? ഹരിതജീവിനി അപ്ലൈ ചെയ്യുന്ന ചെടിയുടെ ഇല സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാകും. പ്രതിരോധ ശക്തിയും അതിന് വളരെ കൂടുതലായിരിക്കും. മൂന്നാമത്തെ ഫ്ലവറിംഗ് സ്റ്റേജ്, പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ചെടിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താ? പ്രത്യേകിച്ചും ഹൈറേഞ്ചിലൊക്കെ കാപ്പി പൂക്കുന്ന സമയത്ത് നമുക്കറിയാം. അതുപോലെ മുരിങ്ങ പൂക്കുമ്പോൾ, മാവ് പൂക്കും. അതായത് ഒരു ചെടിയിൽ ധാരാളം പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് നടക്കുന്ന പ്രവർത്തനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവിക്കുന്നത്. മാവിൽ പൂ ഉണ്ടായി ഒരു 3 ദിവസം 4 ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. മുരിങ്ങയിൽ ഇഷ്ടംപോലെ പൂ കൊഴിഞ്ഞു പോകും, കാപ്പിയിൽ ഇഷ്ടംപോലെ പൂ കൊഴിഞ്ഞു പോകും. എന്താ കൊഴിഞ്ഞു പോകുന്നേ? പൂ ഉണ്ടായി കഴിഞ്ഞാൽ പൂ കായായിട്ട് മാറാൻ വേണ്ട പോഷകങ്ങൾ മണ്ണിൽ ആവശ്യത്തിന് കിട്ടുന്നില്ല. അപ്പോൾ ചെടി വലിച്ചെടുക്കുന്ന അത്രയും പോഷകങ്ങളിൽ നിന്ന് എത്ര പൂ വിരിയാനുള്ളത് കിട്ടുമോ അത്രയും പൂകൾ ലക്ഷ്യമാണ് ബാക്കി പൂ കൊഴിയാണ്. തെങ്ങിൽ നിന്ന് വെച്ചിങ്ങ താഴെ വീണു. കാരണം എന്താ? ഉണ്ടാകുന്ന വെച്ചിങ്ങയൊക്കെ കായായിട്ട് മാറാൻ വേണ്ട പോഷക ഘടകം മണ്ണിൽ നിന്ന് ആവശ്യത്തിന് കിട്ടുന്നില്ല. ഹൈഡ്രജൻ ആപ്ലിക്കേഷൻ കൊണ്ട് മണ്ണ് വളരെ നന്നായി ദൂരേക്ക് വേര് പോയിരിക്കുന്നു, ഇഷ്ടം പോലെ വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് എത്ര പൂ ഉണ്ടായാലും അതിന് മുഴുവൻ കായായി മാറാനുള്ള സപ്ലൈ ആണ് കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിന്റെ ആപ്ലിക്കേഷൻ കൊണ്ട് നടക്കുന്നത് ധാരാളം പൂക്കൾ ഉണ്ടാകാനും ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ചെടിക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവാനും സഹായിക്കും. മൂന്നാമത്തെ സ്റ്റേജിന്റെ ആപ്ലിക്കേഷൻ ഇതൊക്കെ ഇലയിൽ സ്പ്രേ ചെയ്താൽ മതി. സ്പ്രേ ചെയ്യുമ്പോൾ എത്ര കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാമോ അത്ര നല്ല റിസൾട്ട് കിട്ടും. ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്തോളൂ. വാഴയ്ക്കും കപ്പയ്ക്കും ഒക്കെ നമുക്ക് ചെയ്യാം. ആ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഒരല്പം ക്ലോസ് ആയിട്ട് മുകളിലും ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്തോളൂ. വളരെ നല്ല റിസൾട്ട് കിട്ടും. നാലാമത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു ഫ്രൂട്ട് അല്ലെങ്കിൽ ഈൽഡ് ട്രീറ്റ്മെന്റ് ആണ്. ഒരു ചെടിയിൽ മരത്തിൽ കായ ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും താഴെയുള്ള കായകൾക്ക് വലിപ്പം കൂടുതലുണ്ടാകും. മുകളിലേക്ക് പോകുന്തോറും കായ ചെറുതായി ഒരു വെണ്ട നട്ടു. മുറ്റത്ത് നടന്നൊരു വെണ്ട നല്ല അടിപൊളിയായിട്ട് കയറി വന്നു. അതിൽ പൂക്കൾ വരുന്നു. താഴെ ഒരു പൂ വന്നു,
വലിപ്പം ഉണ്ടാകും. മുകളിലേക്ക് പോകുന്നതോ വെണ്ടയ്ക്കയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും കൂടുതൽ വെള്ളിക്ക ചെറുകൊണ്ട് പോലെ. ഇത് വാഴയുടെ കുല വയ്ക്കോ, വാഴയുടെ കുലയാണെങ്കിലും അടിപ്പള്ളിക്ക് വലിപ്പം കൂടുതലുണ്ടാകും, മുകളിലേക്ക് ചെറുതോറും കായ് ചെറുതാകും. ഒരു പ്ലാവിലുണ്ടാകുന്ന ചക്ക, തടിയിൽ അടിയുള്ള ചക്ക നല്ല വലിപ്പം ഉണ്ടായിരിക്കും, ചുളകൾ എണ്ണം കൂടുതലുണ്ടാവും, ചക്കക്കുരുവിനും വലിപ്പം ഉണ്ടാകും. അതേ പ്ലാവിന്റെ ചക്ക മുകളിലേക്ക് എത്തുമ്പോൾ ചെറുതായിരിക്കും. എന്താ കാരണം? വലിച്ചെടുക്കുന്ന വളം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ചെല്ലുമ്പോൾ തീർന്നു പോകും. സദ്യക്ക് ഇരിക്കുക അവിടെ നിന്ന് ഇവിടെ വരെ 100 പേരുണ്ട്, സാമ്പാർ വിളമ്പ് പോലെ വരുന്നു, അവിടുന്ന് അവസാനം ഇവിടെ എത്തുമ്പോഴേക്കും തീർന്നുപോയി. പിന്നെ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊണ്ട് കൊടുക്കും. ഇതേപോലെയാണ് വലിയ വൃക്ഷങ്ങളിലേക്ക് അത് എത്തുന്നില്ല. പക്ഷേ ഹരിതജീവൻ ആപ്ലിക്കേഷൻ കൊണ്ട് മണ്ണിൽ ഇഷ്ടം പോലെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇത് യഥേഷ്ടം, കാരണം പൂവുണ്ടാകുന്ന സമയത്ത് വേണ്ട പോഷകമല്ല വളരാൻ വേണ്ടത്, വളരുമ്പോൾ വേണ്ടതല്ല നിറം കൊടുക്കാൻ വേണ്ടത്, നിറം കൊടുക്കുമ്പോൾ വേണ്ടതല്ല രുചി കൊടുക്കാൻ വേണ്ടത്. ഇത് ഓരോ ഘട്ടത്തിലാണ്. ഒരു മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം മാങ്ങ വായിലിട്ട് കഴിഞ്ഞാൽ കഴിക്കും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കയ്പല്ല പുളിയല്ലാത്ത ടേസ്റ്റ് വരും, കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല പുളിയാകും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിന് മധുരമാകും. ഇതിനൊക്കെ വേണ്ട പോഷകങ്ങൾ സമയാസമയത്ത് കിട്ടണം. അതെല്ലാം മണ്ണിൽ ഇഷ്ടപ്പോൾ ചെറിയ അളവിൽ മതി. ആ ചെറിയ അളവിലുള്ളത് സമയത്ത് ആവശ്യം കിട്ടണം. അതാണ് ഒന്നാമത്തെ സ്റ്റേജിലൂടെ മണ്ണിൽ നമ്മൾ ശരിയാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെടിയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഒരേ വലിപ്പത്തിലാകും, ഇഷ്ടം പോലെ ഉണ്ടാകും, അത് കൊഴിഞ്ഞു പോകില്ല, നല്ല നിറവും മണവും രുചിയും ആകാരവും. മാങ്ങ, കപ്പ, വാഴ, ചേമ്പ്, ഏത് സാധനത്തിന് നമ്മൾ അപ്ലൈ ചെയ്താലും ഈ റിസൾട്ട് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ ആ ചെടിയിൽ അതിന്റെ വളർച്ച മുതൽ കായ് ഫലം പറിച്ചെടുക്കുന്നവരെയുള്ള പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഹരിതജീവിയുടെ ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒരു ചെടിയിൽ ഒറ്റ പ്രാവശ്യം കായുണ്ടായി ഒരു സൈക്കിളോട് കൂടി ചെടി നശിക്കും. ഇപ്പോൾ ഒരു തക്കാളി അല്ലെങ്കിൽ വെണ്ട, വഴുതനൊക്കെ ആണെങ്കിൽ, തക്കാളി ആണെങ്കിൽ ഒരു സൈക്കിൾ വന്നു സംഭവം തീർന്നു, ചെടി ഉണങ്ങിപ്പോ. പക്ഷെ ഹരിതജീവിനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ആയുസ് നീണ്ടു കിട്ടും. 5 വർഷം 6 വർഷമായിട്ടും ഒരു പ്രദേശം മുഴുവൻ വളർന്നു കിടക്കാണ് വഴുതന. ഇഷ്ടംപോലെ കായ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം വലിപ്പമുണ്ട് വഴുതന ചെടി. കാരണം നശിക്കുന്നില്ല, അതിൽ പുതിയ പുതിയ ഇലകൾ വരുന്നു, പുതിയ പ്ലാന്റ് വരുന്നു, പുതിയ കായകൾ വരുന്നു, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ചെടിയുടെ ആയുസ് നീട്ടി കിട്ടുമ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് കുറച്ചുകൊണ്ട് കൂടുതൽ വിളവ് കിട്ടും. അപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് കൃഷിക്ക് ചെലവ് കൂടുതലാണ്, വിളവ് കുറവാണ്. ഇവിടെ ചെലവ് കുറച്ചുകൊണ്ട് കൂടുതൽ വിളവ് എടുക്കുമ്പോൾ കൃഷി ലാഭകരമാകുന്നു. ഇതാണ് ഹരിതജീവിയുടെ പ്രയോഗം. പൊതുവെ നമുക്ക് പറയാനുള്ളത് ഓരോ ചെടിയിലും ഉപയോഗിക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന വിളവിന്റെ ദൈർഘ്യം അനുസരിച്ച് ചെറിയ വ്യത്യാസം, അതിൽ നിന്ന് ഷെഡ്യൂൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോയിൽ ഹെൽത്ത്. സദ്യക്ക് ചോറ് വിളമ്പി എല്ലാവർക്കും ഒരു ട്രിപ്പ് വിളമ്പി കൊടുത്ത് രണ്ടാമത് ചോറ് വേണം, എല്ലാവർക്കും ഒരുപോലെയാണ്. പിള്ളേർക്ക് വേണ്ട, ചില സ്ത്രീകൾ പറയും വേണ്ട, പക്ഷെ ചില ചെക്കന്മാർ പറയും എനിക്ക് കുറച്ചുകൂടെ വേണം, വേണ്ടേ? സോയിൽ ഹെൽത്ത് അഡീഷണൽ ആയിട്ട് മണ്ണിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇത്. ഹരിതജീവിയുടെ 1ാം സ്റ്റേജിന് പകരമല്ല. എന്നാൽ ചില കേസിൽ ഹരിതജീവിന് വേണ്ട, നമുക്കിത് കൊടുത്താൽ മതി. ഏലത്തിന് സാധാരണ 1-ലധികം തവണ വിളവ് തരുന്നവയും 1 വർഷത്തിലധികം ദൈർഘ്യമുള്ളതുമായിട്ടുള്ള എല്ലാ വിളവുകൾക്കും ചെടികൾക്കും സോയിൽ ഹെൽത്തും അതിന്റെ കോമ്പിനേഷനായിട്ട് ഫ്രൂട്ട് സ്പെഷ്യലും കൊടുത്താൽ മതി. ഫ്രൂട്ട് സ്പെഷ്യൽ ഹരിതജീവിയുടെ 2, 3, 4 സ്റ്റേജും അപ്ലൈ ചെയ്യുന്ന പോലെ സ്പ്രേ ചെയ്താൽ മതി. സോയിൽ ഹെൽത്ത് ഹരിതജീവിയുടെ 1ാം സ്റ്റേജ് അപ്ലൈ ചെയ്യുന്ന പോലെ മണ്ണിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് 1/2 കിലോ ഉണ്ട്. സാധാരണഗതിയിൽ മണ്ണിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1/2 കിലോ 1/2 ഏക്കർ, അതായത് 1 ഏക്കർ നമുക്കിത് 2 പാക്കറ്റ് വേണ്ടി വരും. ഇപ്പോ തെങ്ങൊരു സീസണല്ല, എല്ലാ ദിവസവും പുതിയ പൂക്കൾ ഉണ്ടാകും, കായുണ്ടാകും, വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള തെങ്ങിന് 3 മാസത്തിലൊരിക്കൽ വീതം സോയിൽ ഹെൽത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ വലിയ വൃക്ഷങ്ങൾക്ക് 10 മുതൽ 20 ഗ്രാം വരെ, മാവ്, പ്ലാവ്, നമ്മുടെ മറ്റുള്ളൊരു പേര, അല്ലെങ്കിൽ ഒരു ആത്തമരം, ചാമ്പ, അങ്ങനെയുള്ള ഏതിന് വേണമെങ്കിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. 3 മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന കണക്കിൽ 10 മുതൽ 20 ഗ്രാം വരെ സോയിൽ ഹെൽത്ത് ഹരിതജീവിയുടെ 1ാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് മണ്ണിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഓരോ മാസം ഇടവിട്ട് സോയിൽ ഹെൽത്ത്
ഫ്രൂട്ട് സ്പെഷ്യൽ മരത്തിൽ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വെള്ളത്തിൽ കലക്കി മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ റൂട്ട് ഫീഡിങ് കൊടുക്കുകയോ ചെയ്യാം. ഏത് ഫ്രൂട്ട് സ്പെഷ്യൽ ശരിക്കും സീസണൽ ആയിട്ടുള്ള വൃക്ഷങ്ങൾക്കാണെങ്കിൽ അതിന് ആ സീസണിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ മാവിന്റെ പൂ വരാൻ തുടങ്ങുന്ന സമയം അതിനു മുമ്പ് ആദ്യം എന്താ ചെയ്യാം? തളിര് വരുന്ന സമയത്ത് സോയിൽ ഹെൽത്ത് ഒരു പ്രാവശ്യം മണ്ണിൽ കൊടുത്തു. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സ്പെഷ്യൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തു തളിര് വരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് പൂ വരാൻ തുടങ്ങും. പൂക്കൊല വരുന്ന സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം സോയിൽ ഹെൽത്ത് മണ്ണിൽ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സ്പെഷ്യൽ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് കായ പാകമാകുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൊടുത്തു. അത് പഴുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൊടുത്തു. അങ്ങനെ ഒരു 4 പ്രാവശ്യം ഫ്രൂട്ട് സ്പെഷ്യലും ഒരു 3 പ്രാവശ്യം സോയിൽ ഹെൽത്തും സീസണലായിട്ടുള്ള ഫലങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏലത്തിന് ഇതേ പ്രയോഗം മതി. നമ്മുടെ നാട്ടിലൂടെ ഏലമാണ് കൂടുതലുള്ളത്. ഏലത്തിന്റെ പ്രയോഗ രീതി ഇതാണ്. അതിൽ 2 സീസണായിട്ട് കൃഷി ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. മഴയെ ആശ്രയിച്ച് ചെയ്യുന്നതും എന്താ പറയുക, വാട്ടർ സപ്ലൈ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ജലസേചന സൗകര്യം. ഏലത്തിന്റെ കാര്യം ചോദിച്ചത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു റൈറ്റപ്പ് മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയാണ് എടുത്തത്. ജൂലൈ ജൂൺ മാസങ്ങളിൽ ഏലത്തിന്റെ കൃഷിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രയോഗം സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ഏതെങ്കിലും ഒന്നാം സ്റ്റേജ് പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 500 ഗ്രാം 50 ചെടിക്ക്, ഏലം 50 ചെടിക്ക് 500 ഗ്രാം, അതാണ് സോയിൽ ഹെൽത്തിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആ സമയത്ത് ഏലകൃഷിയുള്ളവർക്ക് ഇത് വളം ചെയ്യാറുണ്ടോ? ആ സമയത്ത് സോയിൽ ഹെൽത്ത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യാം. അപ്പോൾ അര കിലോ ഒരു പാക്കറ്റ് 50 ചെടിക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. ഇത് സാധാരണ കായ വന്ന് തുടങ്ങുന്ന ചെടിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നട്ട ഉടനുള്ളതിന് അത്രയും ക്വാണ്ടിറ്റി ആവശ്യം വരില്ല. അപ്പോൾ 50 ചെടി എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് 100 ചെടിക്ക് കൊടുക്കാം. തൈ നടുന്ന സമയത്ത് 50 ചെടി 100 കൊടുക്കാം. അതിൽ എന്താ പറയുക, ചിലപ്പോൾ ഒരു എന്താ പറയുക ചനങ്ങൾ വരിക അല്ലേ? ആ വരുന്ന സമയം അത്തരത്തിൽ കായ വന്ന് തുടങ്ങുന്ന ചെടികൾക്കാണ് അര കിലോ 50 ചെടിക്ക്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിൽ ഫ്രൂട്ട് സ്പെഷ്യലും സ്പ്രേ മാക്സും മിക്സ് ചെയ്ത്, സ്പ്രേ മാക്സും റാപ്പിഡും കൂടെ മിക്സ് ചെയ്ത്, അതിന് അനുപാതം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഫ്രൂട്ട് സ്പെഷ്യൽ ചെയ്യാം. ഒക്ടോബർ മാസത്തിൽ വീണ്ടും ഫ്രൂട്ട് സ്പെഷ്യൽ. അപ്പം 3 പ്രാവശ്യം. ജൂൺ ഓർ ജൂലൈ മാസത്തിൽ ഒരു പ്രാവശ്യം സോയിൽ ഹെൽത്ത് ചെയ്തു. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വീണ്ടും നമ്മൾ 3 പ്രാവശ്യം ഫ്രൂട്ട് സ്പെഷ്യൽ ചെയ്തു. നവംബർ മാസത്തിൽ വീണ്ടും സോയിൽ ഹെൽത്ത് മണ്ണിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ 3 മാസം കഴിഞ്ഞ് സോയിൽ ഹെൽത്ത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഫ്രൂട്ട് സ്പെഷ്യൽ ചെയ്യുന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിൽ വീണ്ടും നമ്മൾ ഫ്രൂട്ട് സ്പെഷ്യൽ ചെയ്യുന്നു. അതിനുശേഷം അതിൽ വിളവെടുക്കുന്ന രീതി എന്താ പറയാ, അതിന്റെ കായ ഇനിയും ബാക്കിയുള്ള വളരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫ്രൂട്ട് സ്പെഷ്യലും സോയിൽ ഹെൽത്തും കൊടുക്കാവുന്നതാണ്. ഇതാണ് ഏലത്തിനുള്ള ആപ്ലിക്കേഷൻ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണ്ട ആളുകൾക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ ആ ബുക്കിനകത്ത് മലയാളത്തിലുള്ളതിനകത്ത് ഓരോ ചെടിക്കും വേണ്ടത് വാഴയ്ക്കും നെല്ലിനകത്ത് കൊടുത്തതിനകത്ത് ഏലത്തിന് കൊടുക്കേണ്ട രീതി എന്നാണ് പ്രത്യേകം പറഞ്ഞിരുന്നത്. ഇവിടെ ഏലത്തിന് കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം കീടങ്ങളുടെ ആക്രമണമാണ്, പുഴു. അപ്പോൾ അതിന് ഈ റാപ്പിഡ് വളരെ ഗുണം ചെയ്യും. അതുപോലെ ഇലയിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഫംഗൽ ഡിസീസുകൾക്ക് ഡിഫൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് പ്രോഡക്റ്റ്, ഇതും വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാനാണ്. എന്നാൽ വലിയ വൃക്ഷങ്ങളെ സ്പ്രേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ റൂട്ട് ഫീഡിങ് വേണം ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട്. അതായത് ഇലയിൽ സ്പ്രേ ചെയ്യുന്ന സാധനം ഇലയിലൂടെ അബ്സോർബ് ചെയ്ത് ചെടിക്കുള്ളിലേക്ക് വരും. മണ്ണിൽ അപ്ലൈ ചെയ്യുന്ന സാധനമാണ് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന സാധനം വേര് വലിച്ചെടുത്ത് അത് ഇലകളിലേക്ക് എത്തും. അത് മാത്രമല്ല, നിശ്ചിത ദിവസം ഈ പറയുന്ന ഫംഗൽ ബാക്ടീരിയക്കുള്ള പ്രൊട്ടക്ഷനായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം അത് വിഘടിക്കപ്പെട്ട് ചെടിക്ക് വേണ്ട പോഷകങ്ങളായിട്ട് മാറും. അങ്ങനെ ഒരു അതിശയിപ്പിക്കുന്ന പ്രവർത്തനം
ഡിഫൻഡ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു ഇലയിൽ പുള്ളിക്കുത്തുകൾ വരുന്നു, മഞ്ഞപ്പ് വരുന്നു, ഇല ചുരുണ്ടുകൂടി പോകുന്നു. ഇതെല്ലാം ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൽ ഡിസീസുകളാണ്. ഇതിനു വേണ്ടിയാണ് കൃഷിക്കാർ കണ്ടമാനം പൈസ ചെലവാക്കുന്നതും കീടനാശിനി ഉപയോഗിക്കുന്നതും. അതേപോലെ കീടങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, പുഴു അല്ലെങ്കിൽ ഈച്ച വർഗത്തിൽപ്പെടുന്നവർക്ക് എല്ലാത്തിനും റാപ്പിഡ്. അപ്പൊ റാപ്പിഡിന്റെ ഉപയോഗം ഒരു 20 ദിവസം കീടങ്ങളുടെ ആക്രമണം കണ്ടു കഴിഞ്ഞാൽ ഓരോ 20 ദിവസം ഇടവിട്ട് സ്പ്രേമാക്സും ഡിഫൻഡും ചേർത്ത് സ്പ്രേമാക്സും റാപ്പിഡും ചേർത്ത് അപ്ലൈ ചെയ്യുക. കീടങ്ങളാണെങ്കിൽ ഇലയിൽ എന്തെങ്കിലും ദോഷകരങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ഡിഫൻഡ് അപ്ലൈ ചെയ്യാം. ഡിഫൻഡ് 15 ദിവസം കൂടുമ്പോൾ അപ്ലൈ ചെയ്യാം. ഏത് അപ്ലൈ ചെയ്യുമ്പോഴും സ്പ്രേമാക്സിനോട് ചേർക്കുക. അപ്ലൈ ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുക, റീ അപ്ലൈ ചെയ്യുക. സ്പ്രേ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലായനി 24 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കുറയും. അപ്പോൾ എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുന്നത് നേരത്തെ കലക്കുക, അടിക്കുക. കലക്കി വെച്ചിട്ട് പിന്നീട് അടിക്കാന്ന് വെക്കരുത്. അന്നന്ന് ചെയ്യാനുള്ള അന്ന് ചെയ്യാം. ഇത്രയാണ് ഡിഫൻഡിനെ കുറിച്ചും സ്പ്രേമാക്സിനെ കുറിച്ചും സോയിൽ ഹെൽത്തിനെ കുറിച്ചും ഫ്രൂട്ട് സ്പെഷ്യലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ ഫ്രൂട്ട് സ്പെഷ്യൽ അപ്ലൈ ചെയ്യുന്നത് ഹരിതയുടെ 2, 3, 4 സ്റ്റേജ് അപ്ലൈ ചെയ്യുന്ന പോലെയാണ്. സോയിൽ ഹെൽത്ത് അപ്ലൈ ചെയ്യുന്നത് ഹരിതയുടെ 1ാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യുന്ന പോലെ. ഇനി ഒരു കുറച്ചുകൂടെ പറയാനുണ്ട്, ഗാർഡൻ ഗോൾഡ്. ഇത് സത്യം പറഞ്ഞാൽ ചെടിച്ചട്ടികളിലും വീട്ടിലെ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ്. ഹരിതജീവിനി വളമല്ല, സോയിൽ ഹെൽത്ത് വളമല്ല. മണ്ണിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ആ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം ഉണ്ടാക്കും. എന്നാൽ ഗാർഡൻ ഗോൾഡ് വളമാണ്. അപ്പോൾ സോയിൽ ഹെൽത്ത് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് അതിന്റെ കൂടെ ഒരു 10 ഗാർഡൻ ഗോൾഡ് ചേർത്താൽ ഓർഗാനിക് വളം കൂടെ. ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും നമ്മൾ എന്ത് നടുമ്പോഴും ഒരു ചെടിക്ക് ഒരു 50 മുതൽ 100 ഗ്രാം വരെ ചെടിയുടെ വലിപ്പം ആയുസ് അനുസരിച്ച് ഗാർഡൻ ഗോൾഡ് ചേർത്ത് കൊടുക്കുക. തുടർച്ചയായിട്ട് വിളവ് കിട്ടുന്ന ചെടികളാണെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം വീതം കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു ചെടിയുടെ ലൈഫ് സൈക്കിളിൽ 3 പ്രാവശ്യം ഗാർഡൻ ഗോൾഡ് അപ്ലൈ ചെയ്യുക. ഒരു മുളകിന്റെ ചെടി നട്ടാൽ അതിന് എത്ര കാലം മുളക് കിട്ടിക്കൊണ്ടിരിക്കും അത്രയും കാലം ഓരോ മാസം ഇടവിട്ട് ഒരു 50 ഗ്രാം വീതം കൊടുത്തുകൊണ്ടിരിക്കുക. ചാലക്കുടിയുടെ മനോഹരമേനോൻ സാറിന്റെ വീട്ടില് ഒരു ചെടിച്ചട്ടിയുടെ മുളക് നട്ടു. ഇവിടം വരെ എത്തി. ഏണി വെച്ച് വേണം മുളക് പറിക്കാൻ. വിശ്വസിക്കാൻ പറ്റും? ഗാർഡൻ ഗോൾഡ് മാത്രം. മുളക് ഒരു ചെടിച്ചട്ടിയിൽ നട്ട മുളക് ചെടിയിൽ എണ്ണിക്കഴിഞ്ഞാൽ ഇലയേക്കാൾ കൂടുതൽ പച്ചമുളകാണ്, വലിയ പച്ചമുളക്. ഇത്തരത്തിൽ അതിശയിപ്പിക്കുന്ന തരത്തില് പൂക്കള് എല്ലാത്തിനും ഏത് തരത്തിലുള്ളവയ്ക്കും ഇത് ഉപയോഗിക്കാം. ഇപ്പോ ഗാർഡൻ ഗോൾഡിന്റെ ആപ്ലിക്കേഷൻ പൊതുവെ വളരെ ഈസിയാണ്. ജസ്റ്റ് പൊട്ടിച്ച് ചെടിയുടെ ചോട്ടിലിട്ട് കൊടുത്താൽ മതി. വീട്ടിലെ കുട്ടികളെ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കാം. കാരണം പച്ചക്കറിയിലൂടെ വീട്ടിലേക്ക് വരുന്ന വിഷം, കീടനാശിനി, രാസപദാർത്ഥം നമുക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതായത് നമുക്ക് നാട്ടിലേക്ക് വരുന്ന പച്ചക്കറി ഏറിയ പങ്കും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതാണെങ്കിൽ കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു ഓപ്ഷൻ ഇല്ല. ഈ വിഷമുള്ള രാസപദാർത്ഥങ്ങൾ കീടനാശിനി ഉപയോഗിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നു. ഏറ്റവും കൂടുതൽ വിഷം വീട്ടിലേക്ക് വരുന്നത് 1 കറിവേപ്പില, 2 പച്ചമുളക്. ഇത് രണ്ടും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഇത് രണ്ടുമെങ്കിലും വീട്ടിൽ സ്വന്തമായിട്ട് കൃഷി ഉണ്ടാക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് വരുന്ന വിഷം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ചെറിയ രീതിയിലെങ്കിലും നട്ട്, കാരണം ആളുകളൊക്കെ പറയും നട്ടാൽ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഗാർഡൻ ഗോൾഡ് ഇട്ട് നടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഇതിന്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു 2 പച്ചമുളകിന്റെ ചെടി, ഒരു വെണ്ട, വഴുതന, തക്കാളി, അങ്ങനെ എന്തെങ്കിലും 1-2 ചെടികൾ നട്ടുവെച്ച് അല്പമെങ്കിലും പച്ചക്കറി നമ്മുടെ എല്ലാവരുടെയും വീട്ടുകളിൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഇന്ത്യയിൽ ആകെ വിൽക്കുന്ന ഗാർഡൻ ഗോൾഡിന്റെ 40% നമ്മുടെ കൊച്ചിൻ കേരളത്തിലാണ് ഉപയോഗിക്കുന്നത്. കാരണം പച്ചക്കറിയിലൂടെ വരുന്ന വിഷത്തെക്കുറിച്ചും അതിന്റെ ദൂഷ്യത്തെക്കുറിച്ചും മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടൊരു മാർഗമുണ്ടെങ്കിൽ എല്ലാവരും ഇത് സ്വീകരിക്കുന്നു. കേൾക്കുന്നവർ സ്വീകരിക്കുന്നു. ആശയം ഒരു വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗമാണ് ഗാർഡൻ ഗോൾഡ്. ഇതിന്റെ വില എത്രയാ? 130, 120. വെറും 120 രൂപയേ ഉള്ളൂ. അതായത് 10 തക്കാളി ചെടി നട്ടു. 10 തക്കാളി ചെടി നട്ടാൽ അതിൽ 5 എണ്ണം കരിഞ്ഞു പോയി വിചാരിച്ചാലും 5 എണ്ണം കിട്ടും. ഒരു തക്കാളി ചെടി എത്ര തക്കാളി
പറിക്കാൻ പറ്റും? ഒരാൾ പറഞ്ഞു, സാറേ ഒരു 1000 തക്കാളിക്കെങ്കിലും ഞാൻ പറിച്ചു. അതിശോക്തി അത് കൂട്ടിക്കോ, 5 തക്കാളി ചെടിന്ന് 100 തക്കാളിക്ക് വീതം കിട്ടിയാൽ 500 തക്കാളിയാണ്. 1 കിലോ തക്കാളിക്ക് എന്ത് വിലയുണ്ട്? 80, 100, 40 കൂട്ടിക്കോ, 50 കൂട്ടിക്കോ. 1 കിലോ തക്കാളി 10 എണ്ണമാണെങ്കിൽ 10 ചെടിയിൽ നിന്ന് 5 ചെടിയിൽ നിന്ന് 50 വീതം കിട്ടിയാൽ 250 തക്കാളിക്ക് കിട്ടി. 10 തക്കാളി 1 കിലോ വെച്ചോട്ട് 25 കിലോ കിട്ടി. 25 4 100, ഏറ്റവും കുറഞ്ഞ 1000 രൂപയുടെ തക്കാളിക്ക് പറിക്കാം. ചെലവ് എത്രയാ? വെറും 120 രൂപ. നിങ്ങൾക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നെന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാ വീട്ടിലും ഗാർഡൻ ബോർഡ് കൊടുക്കുക. ആ ഗാർഡൻ ബോർഡ് വാങ്ങിക്കുന്ന വീട്ടിൽ ബാക്കി ആർട്സിന്റെ ഉൽപ്പന്നങ്ങൾ ഓരോന്നും നമുക്ക് ജാഥ പോലെ കെട്ടിവിടാം. ആർട്സ് എന്ന് പറയുമ്പോൾ ജോലി വേണ്ടാന്ന് പറയും, ഇത് പറയുമ്പോൾ വേണമെന്ന് പറയുമോ? എല്ലാ വീട്ടിലും കൊടുക്കാം. നിങ്ങൾ പോയിക്കോളൂ. എല്ലാ വീട്ടിലും ഒരു ചേമ്പ്, കാച്ചില് അല്ലെങ്കിൽ തുളസി എന്തെങ്കിലും ചെടി നട്ടു വെച്ചിട്ടുണ്ടാവും. ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തുന്ന ആളുകൾ എന്താ ചെയ്യാം? വെള്ളം ഒഴിക്കുക അല്ലാതെ വേറൊരു വളം കൊടുക്കാനില്ല. കാരണം ചാണകം ഇട്ടാൽ മണക്കും, ആട്ടുംകാട്ടിട്ടാൽ മണക്കും, കൊഴുത്തിട്ടാൽ മണക്കും. പിന്നെ എന്താ ചെയ്യുക? ഇത് കൊടുക്കും. ചെറിയ ചെടിച്ചട്ടിയിൽ 50 ഗ്രാം മതി, വലുതിനകത്ത് 100 ഗ്രാം. സിമ്പിളായിട്ട് ഏത് വീട്ടിൽ നമുക്ക് കൊടുക്കാം. ഇതിലൂടെ നമുക്കൊരു എൻട്രി ആസിഡ് എടുക്കാൻ പറ്റും. ഓക്കെ, വളരെ സന്തോഷം. ഇതിനേക്കാൾ ഫാസ്റ്റായിട്ട് കണ്ടിന്യൂനെ കുറിച്ച് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഒരു ദിവസം മുഴുവൻ പറയേണ്ട കാര്യമാണ്. പ്രൊജക്ടറൊക്കെ വെച്ച് നമുക്ക് പറയാം. ഒരു കർഷക